ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ കുട്ടീസ് എല്ലാവരും പാടെ കൂടിയിട്ട് ക്യാഷൊക്കെ ഷെയർ ചെയ്തിട്ട് ഒരു ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് മുൻപും ഇവർ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് വെന്തിട്ടില്ല, അതുപോലെ മസാല ഒന്നും പിടിക്കാതെ അവർ പച്ചക്ക് കഴിക്കുന്ന പോലെ കഴിക്കുന്നത് കണ്ടപ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുക പറഞ്ഞ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ വീട്ടിലുള്ള മസാല വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ വലിയ ജീരകം മൂന്നും പാടെ ചേർത്തൊന്ന് അരച്ചെടുത്തതായിരുന്നു. ഇനി ഇതിലേക്ക് ഇത് 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ചപ്പ് പുതിന, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 4 കാന്താരി മുളക് പൊടി ചേർത്ത് വിനാഗിരി ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കണം. മക്കളിവിടെ ഒരു 2.25 കിലോൻ്റെ ചിക്കനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഈ എരിവ് പാകമായിരിക്കും. നമ്മുടെ മക്കളായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എരിവ് ചേർക്കാനും പറ്റില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ചിക്കൻ ഇവിടെ നല്ല രീതിയിലൊന്ന് കഴുകിയതിന് ശേഷം ഒരു അമ്മിക്കല്ല് വെച്ച് നല്ല രീതിയിലൊന്ന് പരത്തി 1/4 മണിക്കൂർ ഉപ്പും വിനാഗിറും ഇട്ട വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ട് ഒന്ന് വാർത്തെടുത്ത ചിക്കനാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ 3/4 മണിക്കൂറെങ്കിലും അങ്ങനെ ഇട്ട് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ചിക്കനിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഞാനിവിടെ മക്കൾക്ക് ടൈമില്ലാത്തതുകൊണ്ട് 1/4 മണിക്കൂർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഞാനിതിലെ ചിക്കനിലെ നെയ്യ് കൂടുതലായിട്ട് കളഞ്ഞിട്ടില്ല, കാരണം നമ്മുടെ ചിക്കന് ഗ്രില്ല് ചെയ്യുമ്പോൾ ഹാർഡായി പോകണ്ട വിചാരിച്ചിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ അരച്ച് വെച്ച അരപ്പും അതുപോലെ കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് നമുക്കിത് തേച്ചെടുക്കാം. ചിക്കൻ ഇവിടെ നല്ല രീതിയിലൊന്ന് മസാല പിടിപ്പിച്ചതിന് ശേഷം ഞാനൊരു കത്തി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. മസാലയിലൊന്ന് ഉള്ളിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നല്ല രീതിയിൽ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. കണ്ടോ, മക്കളിവിടെ കനലൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്കിത് ഗ്രില്ലിലേക്ക് സെറ്റ് ചെയ്യാം. ഇത് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിടുന്ന ടൈമിൽ കുറച്ച് ഓയിലും അതുപോലെ നേരത്തെ തേച്ച മസാലയും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കന് വല്ലാതെ ഹാർഡായി പോകാതിരിക്കാനും അതുപോലെ നമുക്ക് ഒന്നുകൂടി മസാലയ്ക്ക് ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ മക്കളുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് ജോലി ഉള്ളത് കൊണ്ട് അവരെ ഏൽപ്പിച്ചിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുതായിട്ട് മസാല ഒന്ന് കരിഞ്ഞു, പക്ഷേ ഉള്ളൊന്നും കരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ 6 പേരുണ്ടായിരുന്നു. അവർക്ക് 6 പേർക്കും ഒരുപോലെ അത് കട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.